കരങ്ങളിൽ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ചേർന്ന് ഒരുമിച്ച് ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമേറിയ നല്ല നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞായറാഴ്ച ആരാധനയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, ദൈവമക്കള്, പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാർ, അപ്പച്ചന്മാർ, ദൈവജനം, യുവജനങ്ങൾ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ എല്ലാവരും ഓർത്ത് വേഗം വരാമെന്ന് അരുളി ചെയ്ത നിസ്തുല്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വേദശകലം. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ. യെസ്, ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അല്പസമയം കണ്ണുകളെ അടച്ചാട്ടെ. കർത്താവിനോട് പറയുവാൻ കഴിയുമോ? ഈ ഞായറാഴ്ച പകൽ ഒരു വിടുതലിന് വേണ്ടി വന്നവർ ഇതിൻ്റെ അകത്തുണ്ട്, ഒരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ട്. ആത്മാവിൽ പറയുവാൻ കഴിയുമോ? കർത്താവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ആരാധന കഴിയുമ്പോൾ, ഇന്നത്തെ വചനഘോഷണം കഴിയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിനൊരു വലിയ മാറ്റമുണ്ടാകണമേ. പറയുവാൻ കഴിയുമ്പോൾ കർത്താവിനോട് അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ കർത്താവിനോട് മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവ്, ഇന്ന് ഞങ്ങൾ വന്നത് വെറുതെയല്ല. ഞങ്ങൾക്ക് കർത്താവ് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ഒത്തിരി പ്രയാസങ്ങളുണ്ട്. എല്ലാം കർത്താവ് പ്രിയ പിതാവിനോട് ഞങ്ങൾ അടുത്ത് ചെന്ന് പറയുന്നു. സ്വർഗ്ഗം ഞങ്ങൾക്ക് വേണ്ടി അനുകൂലകനായി ബലപ്പെടണമേ. Our Father in heaven, thank you and praise you for this blessed time you provide for us, Lord. We come in with you and asking that your grace is needed. Many of the people is getting suffering and a lot of problems in their life, but we are looking to the cross and asking that your grace is needed, Lord. Thank you for helping us to do such a wonderful ministry in the different place, Lord. And we are came near with you and hearing from the word of God. Bless together in Jesus' precious name we pray. Amen, amen, amen. വായിക്കപ്പെട്ട വേദശകലം ഇങ്ങനെയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 50-ാമത്തെ ഒരു ഭാഗമാണ്. അവൻ തന്റെ പുതപ്പ് ഇട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. സ്തോത്രം, ഹല്ലേലൂയ. യേശുവും തന്റെ ശിഷ്യന്മാരും യാത്ര ചെയ്തു പോകുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, യെരിഹോവിലെത്തിയപ്പോൾ അവിടെ ഒരു കുരുടനായ വ്യക്തി ഇരുന്ന് യാചിക്കുന്ന ഒരു സന്ദർഭമാണ് അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ വന്ന് യേശു വന്നപ്പോൾ, തൻ്റെ പുരുഷാരം അവിടെ ജനങ്ങൾ വന്നപ്പോൾ തൻ്റെ പ്രാർത്ഥന, താൻ യാചിക്കുന്നത്, അതൊരു യാചകനാണ്, താൻ യാചിക്കുന്നത് ഇവർക്ക് കേൾക്കാതെ വന്നു. ഇല്ലെങ്കിൽ ഇവർക്ക് കേൾക്കാത്ത രീതിയിൽ ഒരു വലിയ ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു. എന്നാലും ഈ യാചകൻ യാചന നിർത്തിയില്ല, കർത്താവിനോട് അപേക്ഷിക്കുവാൻ തുടങ്ങി. ഇന്ന് പകലും നമ്മൾ കുറച്ചു പേര് വന്നിട്ടുണ്ട്, പ്രൈസ് ദി ലോർഡ്, കർത്താവിനോട് അപേക്ഷിക്കുവാനായി വന്നിട്ടുണ്ട്. അവിടെ ഒത്തിരി ക്രൗഡ് ഉണ്ട്, ഒത്തിരി ജനങ്ങളുണ്ട്. എന്നാൽ അവരുടെ ശബ്ദ കോലാഹലങ്ങളൊന്നും അതിനെ തടസ്സപ്പെടുത്തിയില്ല. ഇന്ന് എന്റെ വിഷയത്തിന് പരിഹാരകനായി കർത്താവ് വെളിപ്പെടണമേ എന്ന് ആഗ്രഹിച്ച് കരയുന്ന വ്യക്തികൾ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, കർത്താവ് അവരെ കണ്ടിട്ട് മാറിപ്പോകത്തില്ല. അവിടെ നിന്നും പരിഹാരം തന്നിട്ട് മാത്രമേ പോകത്തുള്ളൂ. കർത്താവ് ഒരു വലിയ ക്രൗഡിനെ അല്ല കാണുന്നത്. അതരം തുറന്ന് ദാവീദ് പുത്ര എന്ന് കരയാൻ ആരുണ്ടോ അവരുടെ കണ്ണുകൾക്ക് കാഴ്ച നൽകുന്ന ഒരു സർവശക്തനായ ദൈവം കൊണ്ട് വെളിപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒരു വലിയ മിനിസ്ട്രിയാണ് അവിടെ കാണുന്നത്. അവിടെ വായിച്ച സന്ദർഭം ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. 50-ാമത്തെ വേദശകലം. അവൻ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. അവൻ എഴുന്നേറ്റു, ചാടി എഴുന്നേറ്റു എന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് എന്തുകൊണ്ടാണ് എഴുന്നേൽക്കുവാൻ കാരണം? അവന്റെ ദേഹത്ത് ഒരു ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു. ബ്ലാങ്കറ്റ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു. അത് മാറ്റി കളഞ്ഞിട്ട്, അത് ഇട്ട് കളഞ്ഞിട്ട്, പ്രൈസ് ദി ലോർഡ്, ചാടി എഴുന്നേറ്റു. ചിലരിങ്ങനെയാണ്, ചില ഭാരം എപ്പോഴും കൂടെ കൊണ്ട് നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബെഡ്ഷീറ്റ് ഉണ്ട്, ബ്ലാങ്കറ്റ് ഉണ്ട്, തെറ്റിപ്പോകരുത്. ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് തെറ്റായ ചിന്താഗതിയൊക്കെ കൊണ്ടുവരുന്നതാണ്. ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ബെഡിന് നാം വിരിക്കുന്ന ഒരു വിരിയാണ് ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് പുതപ്പാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷ് വായിക്കുന്ന, ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർ അതെടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണുന്നത് ഗാർമെന്റ്സ് എന്നൊരു വേർഡാണ്. ഗാർമെന്റ്സ്, പ്രൈസ് ദി ലോർഡ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസ്ത്രത്തിന്റെ ശകലം എന്നാണ് അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ആത്മീയ ചിന്ത മാത്രം കൈമാറ്റം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവർ ഒത്തിരി വർഷങ്ങളായി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ കുരുടൻ യാചിക്കുകയാണ്. കുരുടൻ യാചിക്കുക, തന്റെ കൂടെ എപ്പോഴും ഒരു പുതപ്പുണ്ട്. ഹല്ലേലൂയ. ഈ ഭാരവും ചുമന്നുകൊണ്ട് താൻ എല്ലായിടത്തും പോകുന്നത്. ദിവസവും രാവിലെ വന്ന് യാചിക്കും ആളുകളുടെ അടുത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വ്യക്തിയെ കാണുവാൻ കഴിയത്തില്ല, എങ്കിലും യാചകന്റെ യാചന ഇങ്ങനെ യാചിച്ചു
വിളിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് അല്ല. ആരെങ്കിലും സഹായിക്കണമേ, ആരെങ്കിലും എനിക്കൊന്ന് കരുണ തോന്നണമേ, എങ്ങനെയൊക്കെ കരഞ്ഞ് കരഞ്ഞ് നാളുകൾ കരഞ്ഞ്. പ്രൈസ് അല്ല. ഹല്ലേലൂയ. യേശുവിന്റെ വരവും കാത്ത്, യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്, കാണുവാൻ ആഗ്രഹമുണ്ട്. പ്രൈസ് അല്ല. കാണുവാൻ കഴിയത്തില്ല, കണ്ണിന് മങ്ങലാണ്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ധനായ വ്യക്തി ഹല്ലേലൂയ അവിടെ നിന്ന് യാചിക്കുക. തന്റെ കയ്യിൽ ഒരു പുതപ്പുണ്ട്. കർത്താവ് വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? പ്രൈസ് അല്ല. ഹല്ലേലൂയ. ധൈര്യപ്പെട്ടിരിക്കുക. പ്രൈസ് അല്ലോ. ഇന്ന് പകൽ ആത്മീകമായ ഒരു ചിന്ത ഹല്ലേലൂയ ജനങ്ങളുടെ ഇടയിലേക്ക്, നമ്മുടെ സഭയിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. കർത്താവ് പറഞ്ഞ 2 വാക്ക് ഇങ്ങനെയാണ്: ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക. ഇന്നാളുകളിൽ ധൈര്യപ്പെട്ട് എഴുന്നേൽക്കുവാൻ ആരാണോ ഹല്ലേലൂയ അവസരങ്ങളെ ഉണ്ടാക്കുന്നത്, ധൈര്യപ്പെട്ട് എഴുന്നേൽക്കുവാൻ ആരാണോ താല്പര്യപ്പെടുന്നത്, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, ധൈര്യമില്ലാതിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഹല്ലേലൂയ കർത്താവ് പറയ എഴുന്നേൽക്കുവാൻ സമയമായി. സമയം നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. ധൈര്യപ്പെട്ടിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. ഈ നാളുകളിൽ എഴുന്നേൽക്കുവാൻ തയ്യാറാകുക. പ്രൈസ് അല്ലോ. ഹല്ലേലൂയ. ധൈര്യപ്പെട്ടിരിക്കുക. പ്രൈസ് അല്ലോ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ധൈര്യങ്ങളൊക്കെ ചോർന്നു പോകുന്ന അവസ്ഥകളാണ്. പലപ്പോഴും നമ്മുടെ ധൈര്യങ്ങളൊക്കെ പലപ്പോഴും അസ്തമിച്ചു പോകുന്ന അവസ്ഥകളാണ്, സാഹചര്യങ്ങളാണ്. എന്നാൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാ: ധൈര്യപ്പെടുക. പ്രൈസ് അല്ലോ. ഇന്നത്തെ പകൽ ആത്മാവിൽ കൈമാറ്റം ചെയ്യുന്നു. പ്രിയ ജൈവജനമേ, ധൈര്യമായിരിക്കുക. കർത്താവ് നമ്മളോട് കൂടെ തന്നെയുണ്ട്. പ്രൈസ് അല്ലോ. എഴുന്നേൽക്കുവാൻ സമയമായി. പ്രൈസ് അല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ആരാധന കഴിഞ്ഞിട്ട് എങ്ങനെ എഴുന്നേൽക്കാം എന്നുള്ളതല്ല. പ്രൈസ് അല്ലോ. ആത്മീകമായ ഒരു വർധനവ്, കർത്താവിന് വേണ്ടി ഓടുവാനുള്ള ഒരു തുടക്കം, കർത്താവിന് വേണ്ടി ഒന്ന് സംഭാഷണം ചെയ്യുവാനുള്ള ഒരു തുടക്കം, ആത്മാവിൽ ദർശനങ്ങളെ കാണുവാൻ ഒരു തുടക്കം. കർത്താവ് പറയുക, എഴുന്നേൽക്കുവാൻ സമയമായി. ചിലരോടുള്ള ദൂതായി ആത്മാവ് പറയുന്നു, ഈ നാളുകളിൽ എഴുന്നേൽക്കുവാൻ സമയമായി. ധൈര്യം ചോർന്നു പോകുന്ന അവസരങ്ങൾ മുമ്പിൽ വരുമ്പോഴോ, പ്രതികൂലങ്ങൾ മുൻപിൽ നിൽക്കുമ്പോഴോ കർത്താവ് പറയുക, എഴുന്നേൽക്കുവാൻ സമയമായി. ഹല്ലേലൂയ. 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 കഴിഞ്ഞ ദിവസം ആന്റി ഡ്രഗ്സ് അഡിക്ഷന്റെ ഇതായിട്ട് നമ്മൾ പോയി, ക്യാമ്പയിനായിട്ട് പോയി. അവിടെ കാണുന്നത് ഇങ്ങനെയാ. പ്രൈസ് അല്ലോ. ചിലത്
കൂടെ കൊണ്ട് നടക്കാറുണ്ട്. ഈ പുതപ്പെന്ന് പറയുന്നത് ചിലർക്ക് ഹല്ലേലൂയ മദ്യമായിരിക്കാം, ലഹരിയുടെ ഉപയോഗങ്ങളായിരിക്കാം, മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ അവിടെ കാണുന്നത് ഇങ്ങനെയുള്ള പുതപ്പെന്ന് വിശേഷിപ്പിക്കുന്നത്, ഗാർമെന്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഹല്ലേലൂയ എപ്പോഴും കൂടെ കൊണ്ട് നടക്കാറുണ്ട്. യേശുക്രിസ്തുവിന്റെ ജീവിതം എടുത്ത് പഠിച്ചാല് ഹല്ലേലൂയ യേശുവിന്റെ തൊങ്കലിൽ ഒന്ന് തൊടാൻ വേണ്ടി ചിലർ കൂടെ നടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് ദൈവിക ശക്തി പുറപ്പെടുന്നത് കാണുവാൻ, അതിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് ദൈവിക ശക്തി ആർജിച്ചെടുക്കുവാൻ ചിലർ കൂടെ നടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ആത്മീക ദൂതും കൂടെ കൈമാറ്റം ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കർത്താവിന്റെ പിന്നാലെ നടക്കുവാൻ ആരാണോ താല്പര്യപ്പെടുന്നത്, അത് അത്യന്ത ശക്തിയല്ല, അത് മഹത്വത്തിന്റെ ശക്തിയാണ്. കർത്താവിൽ നിന്ന് പുറപ്പെടുന്നത് ഒരു സാധാരണ ശക്തിയല്ല, അത് ദൈനംദിനം ധൈര്യമായിരിക്കുവാനുള്ള ഒരു ശക്തിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറയുന്നില്ല, വേഗം പറഞ്ഞു വിടുവാൻ താല്പര്യപ്പെടുന്നു. 12 സംവത്സരമായി ഹല്ലേലൂയ ഒരു വ്യക്തി ഇങ്ങനെ നടക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആരെനിക്ക് സൗഖ്യം നൽകും, ആരെനിക്ക് പ്രശ്നത്തിന് പരിഹാരം നൽകും, ആരാണ് എന്നെ സഹായിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അവിടെ കാണുന്നത് ഗാർമെന്റ്സിൽ തൊട്ടു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശീലയിൽ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ ഡ്രസ്സിൽ ഒന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ അവിടെ വിടുതൽ സംഭവിച്ചെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും കൂടെ പറഞ്ഞു വിടാം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ അവസാനം ശിഷ്യന്മാർ വന്ന് തന്റെ ഉടുവസ്ത്രത്തിന് ചീട്ടിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ ലോകത്തിലെ മനുഷ്യർക്ക് ഉടയാട ഉണ്ടാക്കി കൊടുത്ത സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അറിയുവാൻ കഴിയും, ഈ സർവശക്തനായ ദൈവത്തിന്റെ ഹല്ലേലൂയ ഡ്രസ്സിനെ പങ്കിടുവാൻ ലോകൈകർ ഹല്ലേലൂയ ജനം തീരുമാനിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഇങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കും, നിങ്ങൾ എന്റെ അടുത്തേക്കല്ലേ വരുന്നത്, എന്നെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്റെ ഡ്രസ്സല്ലേ ചീട്ടിട്ടെടുക്കുന്നത്, ഹല്ലേലൂയ എന്റെ ഗാർമെന്റ്സ് അല്ലേ നിങ്ങൾ എടുക്കുന്നത്, അതൊന്നും പ്രശ്നമില്ല. എന്നാലും എങ്കിൽ നിന്നൊരു ശക്തി പുറപ്പെടുന്നുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവിക ശക്തിക്ക് ആർക്കും തടസ്സം നിൽക്കുവാൻ കഴിയത്തില്ല. അത് ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളുടെ ഹൃദയത്തിലേക്ക്, ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളിലേക്ക്, അത് കർത്താവിന്റെ ശക്തി എന്നതുപോലെ, ദൈവത്തിന്റെ മഹത്വം എന്നതുപോലെ അത് ഇറങ്ങി വരുന്ന പകലാണ് ഈ പകൽ. അത് ചിലർക്ക് അത്ഭുതമാണെന്ന് പറയുവാൻ കഴിയോ, അത് ചിലർക്ക് അടയാളമാണെന്ന് പറയുവാൻ കഴിയോ, അത് വീര്യപ്രവൃത്തിയാണെന്ന് പറയുവാൻ കഴിയും. വിശ്വസിക്കുന്നുണ്ടോ? കർത്താവേ അങ്ങ് ചെയ്തതിനായി നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ അങ്ങ് ചെയ്തതിനായി നന്ദി. പ്രൈസ് ദി ലോർഡ്. സഭയോടുള്ള ദൂത് കൈമാറ്റം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധൈര്യപ്പെട്ടിരിക്കുക, എഴുന്നേൽക്കുവാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കുക എന്നാണ് അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടിന്യൂസ് അല്ല അവിടെ കാണുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ എഴുന്നേൽക്കുവാൻ സമയമായി. ഇത് ഞാൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതരങ്ങളിൽ കർത്താവ് പരിവർത്തിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ എഴുന്നേൽക്കുവാൻ സമയമായി. കർത്താവിന് വേണ്ടി എഫ്രാത്ത് സഭ ഓടുവാൻ തയ്യാറാകുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഓടുവാൻ സമയമായി എന്നൊരു ദൂത് കൈമാറ്റം ചെയ്ത് ദൈവസന്നിധിയിൽ സമയത്ത് അനുവദിച്ച പപ്പയോടുള്ള നന്ദി അറിയിച്ച് താണിരിക്കുമെന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.